മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ നാം ഇന്ന സമയത്ത് ജനിക്കണമെന്നോ ഇന്ന സമയത്ത് മരിക്കണമെന്നോ പറയാനാവില്ല. ഓരോ മനുഷ്യൻ്റെയും ജനനവും മരണവും നിശ്ചയിക്കുന്നത് സൃഷ്ടിതാവായ ദൈവമാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക് മരണമില്ലെന്ന് ഓർക്കുക. എന്നാൽ ഈ ലോക ജീവിതത്തിൽ നിന്നും തൻ്റെ വേല തികച്ച് വാങ്ങിപ്പോവുക മാത്രമാണ് നാം ചെയ്യുന്നത്. പക്ഷേ നാം ലോകപ്രകാരം അതിനെ മരണമെന്ന് വിളിക്കാറുണ്ട്. വാങ്ങിപ്പോകുമ്പോൾ മണ്ണുകൊണ്ട് മെനഞ്ഞ ശരീരം അഥവാ ദേഹം ഇവിടെ ഉപേക്ഷിച്ചാണ് പോകുന്നത്. നാം പിന്നീട് ദേഹിയും ആത്മാവും മാത്രമുള്ള മഹത്വത്തിൻ്റെ കവചമണിയുകയാണ്. എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ ന്യായവിധിയിൽ നാം തള്ളപ്പെട്ടാൽ രണ്ടാമത്തെ മരണം സംഭവിക്കും. അത് ദൈവസാന്നിധ്യത്തിൽ നിന്നും എന്നേക്കുമുള്ള വേർപാടാണ്. അതാണ് യഥാർത്ഥ മരണം. അതുണ്ടാകാതിരിക്കുവാനാണ് നാം ഓരോരുത്തരും ഈ ലോക ജീവിതത്തിലെ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം വസിക്കണം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ വരവിൻ്റെ ദിനവും കർത്താവ് നമ്മെ ഓരോരുത്തരെയും തിരികെ വിളിക്കുന്ന ദിനവും നമുക്കറിവില്ലാത്തതുകൊണ്ട് ദുഷ്കാലത്തിൻ്റെ തിന്മകളിൽ അകപ്പെടാതെ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീനെന്ന് അപ്പോസ്തലൻ നമ്മെ ഉപദേശിക്കുന്നു. 17-ാം വാക്യത്തിൽ പറയുന്ന കർത്താവിൻ്റെ ഇഷ്ടം എന്നത് നാം ജഡത്തിൽ വസിച്ച് ആത്മാവിനാൽ നയിക്കപ്പെട്ട് അവിടുത്തെ തിരുശരീര രക്തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് നമ്മിലും ആ യോഗ്യതയാൽ നാം അവിടുത്തെ ശരീരമാകുന്ന വിശ്വാസികളുടെ കൂട്ടമാകുന്ന സഭയിലും അഥവാ ദൈവരാജ്യത്തിലും വസിച്ചുകൊണ്ട് അവിടുത്തെ ഇഷ്ടം ചെയ്ത് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ രൂപമുള്ള നാം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വളരും. കർത്താവിൻ്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി അതുപോലെ രൂപാന്തരപ്പെടുവാൻ നമുക്ക് ഇടയാവണം. അതിനാണ് യേശു ഈ ലോകത്തിൽ വന്നതും നമ്മെ വിളിക്കുന്നതും. ആ വിളി നമുക്ക് കേൾക്കണ്ടേ? ആ സ്വരം ശ്രവിക്കേണ്ടേ? ആ മുഖം കാണേണ്ടേ? അവനോടൊപ്പം അത്താഴം കഴിക്കേണ്ടേ? അവിടുന്ന് നമ്മെ മാടി വിളിക്കുന്നു. കർത്താവിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധിയോടെ ഒരുങ്ങാം. അതെ, അവനായി ഒരുങ്ങാം. അവനോടൊപ്പം വസിക്കാനായി ഒരുങ്ങാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.